ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. സുഖമാണോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു സുഖക്കുറവുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ പരീക്ഷ അടുത്ത മാസമാണ് എക്സാം. മോഡൽ എക്സാം അടുത്ത മാസമാണ്, പബ്ലിക് എക്സാമും അടുത്ത മാസമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഇന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലെങ്കിൽ തന്നെ എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം എൻ്റെ അക്കൗണ്ടിൽ ചെറിയൊരു വിഷയമുണ്ട്. ആ വിഷയം പരിഹരിക്കാനായിട്ട് ഞാൻ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നലെ ഒന്ന് പോയപ്പോഴത്തേനും അവരത് ഓക്കെ ആണെന്ന് പറഞ്ഞു വിട്ട്. ഞാൻ പിന്നെ ഓഫീസിലോട്ട് വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു റെഡി ആയിട്ടില്ല, ഒന്നും കൂടെ റെഡിയാക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും പോവുകയാണ്. ഇവിടെ ഇരുന്നാലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്കൊന്ന് വീട്ടിലിരിക്കാൻ എനിക്ക് നേരം കിട്ടുന്നില്ല പറയുകയാണെങ്കിൽ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വിടാത്തത്. അപ്പം ഈ ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസവും കഴിഞ്ഞ് ജൂലൈയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആകും. നമുക്ക് സെറ്റാക്കാം. നല്ലൊരു ഫോൺ കൈ ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി തൊട്ട് ആക്റ്റീവ് ആവാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. രാവിലെ തന്നെ പണിയൊക്കെ തീർന്നായിരുന്നു കേട്ടോ. ചോറും കറികളെല്ലാം വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിയലാണ് കേട്ടോ ഇന്ന് കറി വെച്ചത്. അവിയലൊക്കെ കറി വെച്ചിട്ടുണ്ട്. ചോറും തിളപ്പിച്ച് ഊറ്റിയിട്ടിട്ടുണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ റെഡിയാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റെഡിയായി കഴിഞ്ഞിട്ട് ചേട്ടായി വരും കേട്ടോ കൊണ്ടുപോകാൻ. അപ്പം പെട്ടെന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നിവിടെ ഇച്ചിരി തെളിവാണ്, വെയിൽ പോലെയാണ് കേട്ടോ. അപ്പോൾ തുണിയെല്ലാം ഞാൻ രാവിലെ തന്നെ അലക്കിയിട്ടിട്ട് കാണണം കേട്ടോ കുളിക്കാൻ കയറിയത്. അപ്പോൾ കുറച്ച് തുണി ഉണങ്ങിയത് കിടപ്പുണ്ട്. ഇതൊക്കെ ഇന്നലെ വന്നപ്പോൾ തന്നെ ഇന്നലെയാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. ഇന്നലെ വന്നപ്പോൾ അലക്കിയതാണ് ആ തുണിയൊക്കെ ഇന്നിപ്പം എടുത്തിട്ടിട്ട് വേണം പോകാൻ. കാരണം മഴയെങ്ങാനും പെയ്താൽ പണി കിട്ടും. അതുകൊണ്ട് എൻ്റെ പൊന്നിന് ചെരുപ്പ് തരാമല്ലോ. അവളുടെ ഡാൻസിൻ്റെ എൻ്റെ ദൈവമേ, അവളുടെ ഡാൻസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അത്. എന്തേലും ചോദിക്കുമ്പോഴേ അവൾക്ക് അവളുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര വിഷയമാണ് കേട്ടോ. അപ്പം തന്നെ കൊടുക്കണം. അതാണ് ഞാൻ അവളുടെ ചെരുപ്പൊന്ന് എടുത്തൊക്കെ കൊടുത്തിട്ട് റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയൊരു മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. വലിയധികം മേക്കപ്പൊന്നും ഇട്ടിട്ടില്ല, ചെറുതായിട്ടൊരു മേക്കപ്പ് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ കമ്മലൊന്നും മാറുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് കയറിക്കടി ഇങ്ങോട്ട്. നല്ല അനുസരണയല്ലേ നോക്കി. ഇങ്ങോട്ട് കയറും മോനെ. അപ്പോൾ ഗൈസ്, പോയ കാര്യങ്ങളൊന്നും നടന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചു വന്നു. അയ്യോ, ബാക്ക്ഗ്രൗണ്ട് നോക്കട്ടെ. അപ്പം പോയ കാര്യങ്ങൾ നടന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബാങ്കിൽ പോയതായിരുന്നു കേട്ടോ. പക്ഷെ ബാങ്കിൽ പോയപ്പോഴത്തേനും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ബാങ്കിൽ ചെന്നപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്നത്. കാരണം എനിക്ക് ആകെ അക്കൗണ്ട് ഉള്ളത് SBIയിലാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ SBI അക്കൗണ്ട് എൻ്റെ എല്ലാം പെർഫെക്റ്റ് ആണ്. ഞാൻ ആധാർ സീഡിങ്ങും എല്ലാം കറക്റ്റായിട്ട് ഞാൻ ഇന്നലെ നടത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് ബാങ്കുകാർ ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞാണ് കേട്ടോ. ഞാൻ ഇന്ന് ചെന്നപ്പോഴും അവർ പറഞ്ഞു ആധാർ സീഡിങ് ഒക്കെ കഴിഞ്ഞേക്കുന്നതാണ്, ഈ അക്കൗണ്ടിന് ഒരു കുഴപ്പമില്ല, എനിക്ക് ഗ്രാൻറ്റ് വന്നേക്കുന്ന 6000 രൂപ ഇങ്ങോട്ടേക്ക് തന്നെയാണ് കയറിയേക്കുന്നത്, ബാക്കി എമൗണ്ടും അവർ കയറുമെന്ന് പറഞ്ഞു. അപ്പം ഈ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഇതിനകത്ത് ഒരു ലിങ്കിനകത്ത് കയറുമ്പോഴത്തേനും ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് എൻ്റെ ആധാർ കിടക്കുന്നത് സീഡിങ് അല്ല, ഇനാക്റ്റീവ് ആണെന്നും പറഞ്ഞാൽ കിടക്കുന്നത്, സ്റ്റാറ്റസിൽ കിടക്കുന്നത്. അപ്പം ഇവർ ഈ ഗ്രാൻറ്റ് തരുന്ന ഓഫീസിൽ നിന്ന് അവർ എന്നോട് പറഞ്ഞു എനിക്ക് റിജക്ഷൻ നോട്ടീസ് അയച്ച്. അതായത് റിജക്ഷൻ നോട്ടീസ് എന്ന് പറഞ്ഞാൽ റിജക്ഷനായിട്ടല്ല, ഇങ്ങനെ പ്രോസസ്സിങ് ആയിട്ടില്ല, നിങ്ങളിങ്ങനെ ആധാർ സീഡിങ് നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വന്ന പൈസ തിരിച്ച് കയറി പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ 6-ാം തീയതി ഇവർ ഈ നോട്ടീസ് അയക്കുന്നത്, എൻ്റെ കയ്യിൽ 21-ാം തീയതി ഈ നോട്ടീസ് കിട്ടുന്നത്. അപ്പം 21-ാം തീയതി നോട്ടീസ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഇതുമായിട്ട് ബാങ്കിൽ പോയപ്പോൾ അവർ പറഞ്ഞു ബാങ്ക് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്ത് കളിയാണെന്നറിയത്തില്ല. എന്നിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ബാങ്കിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞു അങ്ങനെ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ടേ ഇല്ല അവിടെ. അക്കൗണ്ട് ഇല്ലാത്തതിനകത്ത് നിന്ന് എങ്ങനെ ഇവർക്ക് സീഡ് ചെയ്യാൻ പറ്റും? പിന്നെ എൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ ഏതോ ഒരു അക്കൗണ്ട് ഏതോ കാലത്ത് എടുത്തേക്കുന്ന ഒരെണ്ണം തെളിഞ്ഞു വന്ന്. അതിനകത്ത് പക്ഷേ എൻ്റെ ഒരു ഡീറ്റെയിൽസും ഇല്ല, ഒരു ബാങ്ക് ട്രാൻസാക്ഷനും അതിൻ്റെ അകത്ത് നടന്നിട്ടും ഇല്ല. ആ അക്കൗണ്ട് പണ്ടെങ്ങാണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോഴത്തേനും ആണെങ്കിൽ അവർ പറഞ്ഞു അത് ഓൾറെഡി ക്ലോസ്ഡ് ആണെങ്കിൽ അതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ കയ്യിൽ കുഴപ്പമല്ല,
എൻ്റെ കയ്യിലെ കുഴപ്പമാണെന്ന്. എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. അക്കൗണ്ടില്ല. ഇതിപ്പം ചത്തുപോയ ഒരാളെ ജീവനോടെ കൊണ്ടുവരാൻ പറയുന്ന പോലെ ആയിപ്പോയി. കാരണം ഇതിപ്പോൾ സീഡ് ചെയ്യണമെങ്കിലും എൻ്റെ കയ്യിൽ അക്കൗണ്ട് ബുക്ക് വേണം. നമ്മളൊരു അക്കൗണ്ട് എടുത്തത് സീറോ ബാലൻസിലാണെങ്കിലും എന്തൊരു ഇതിലാണെങ്കിലും നമ്മളൊരു അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് അക്കൗണ്ട് ബുക്ക് കിട്ടും. ആ അക്കൗണ്ട് ബുക്ക് ഇല്ലാതെ ഞാൻ എങ്ങനെ സീഡ് ചെയ്യാൻ പോകും? അത് ഇവർക്കൊന്ന് ചിന്തിക്കാൻ മേലേ. ഓൾറെഡി എനിക്കിപ്പോൾ കാശ് വന്ന അക്കൗണ്ടിലാണ് സീഡിങ് നടന്നേക്കുന്നതും ആധാർ സീഡിങ് നടന്നേക്കുന്നത്. അത് ഇവർക്ക് ചിന്തിക്കാൻ മേലെ. 6000 രൂപ ഗ്രാൻഡ് കയറിയെങ്കിൽ അത് സീഡ് ചെയ്തേക്കുന്ന അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഗ്രാൻഡ് കയറിയെന്ന് ഈ ഓഫീസിലിരിക്കുന്നവർക്ക് തലയ്ക്ക് ഊളില്ലാത്തവന്മാരാണോ ഓഫീസിലിരിക്കുന്നത്? അങ്ങനെ ഒരു പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ വന്നിരിക്കുക. ഞാൻ എന്നിട്ട് അവസാനം കോളേജിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാവർക്കും എമൗണ്ട് കയറിയിട്ടില്ലല്ലോ, അപ്പോൾ കയറുന്നവരെ വെയിറ്റ് ചെയ്യുക, ഇനി അഥവാ കയറിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. ഓരോരോ പ്രശ്നങ്ങളെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കോഴ്സ് എടുത്തപ്പോൾ തൊട്ട് എനിക്ക് ഓരോരോ പ്രശ്നങ്ങളാണ്. ഇപ്പം എന്നാ മോഹൻ ഇന്ന് വട്ടിയുടെ വിലയിൽ തേങ്ങ വീഴുന്നെന്ന് അറിഞ്ഞ അവസ്ഥയായിപ്പോയി എൻ്റേത്. കാരണം പഠിത്തത്തിൻ്റെ ഇതുകൊണ്ട് ഞാൻ ആകെ ആവലാതിപ്പെട്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഗ്രാൻഡിൻ്റെ കേസ് കേട്ട് പറഞ്ഞുകൊണ്ട് അത് വന്നിട്ടില്ലെന്നും അത് വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ശരിയാക്കാൻ പോകേണ്ട അവസ്ഥ വന്നേക്കും ഇപ്പോൾ എനിക്ക്. എന്തൊരു ഇടപാടൊക്കെയാണെന്ന് ഓർക്കണേ. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ദൈവം വന്ന് കയറിയതേ ഉള്ളൂ. ഇനി എനിക്ക് നോട്ട് എഴുതാനുണ്ട്, ഒത്തിരി പരിപാടികളുണ്ട്. ഇനി മുന്നോട്ട് വീഡിയോ നാളെയൊക്കെ വേറെ വീഡിയോ ഒക്കെ ഇടാനൊക്കെ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്ന് നടന്ന മെയിൻ വിശേഷം. അത് ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ അടുത്തും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ. ഇപ്പോൾ ഒരു പുതിയ കാര്യം കൂടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് സീഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് SBIയിൽ സീഡ് ചെയ്തിരിക്കുന്നത് 2019 അപ്പോൾ അതൊന്നും കൂടി ഡീസീഡ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ സീഡ് ചെയ്യാനിപ്പോൾ ഇത് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു ചെറിയ കാര്യം കൂടെ പറയണം എന്ന് ഓർത്തതാ കൂടെ. അപ്പോൾ ഇന്നിപ്പം ബക്രീദ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ പോകാൻ ഇനിയിപ്പോൾ പറ്റത്തില്ല. അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോയുടെ കൂടെ ഞാൻ ഈ വീഡിയോയും കൂടെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടുത്തെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ കൂടെ ഈ ഹെയർ ബാൻഡൊക്കെ വെച്ചുകൊണ്ടാണ് കേട്ടോ നടക്കുകയുള്ളൂ. അപ്പോൾ എന്താ, അത്രയേ ഉള്ളൂ.